ശ്രീ പി അബ്ദുൽ ഹമീദ്. ശ്രീ MLA, വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയാണ്. ഭാഗ്യം കൊണ്ടാണ് ആളുകളൊക്കെ ഈ അപകടത്തിൽ പെടാതിരുന്നത്. 2 കാറുകൾ ഏകദേശം അതിൽ പെട്ടുകഴിഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ ഒരു ഭൂചലനം ഉണ്ടായതിന് സമാനമായ നിലയിലാണ് റോഡ് ഇടിഞ്ഞു താണിരിക്കുന്നത്. നേരത്തെ എപ്പോഴെങ്കിലും ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തികളിലെ അപാകതകളെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും പരാതികൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തായിരിക്കാം സംഭവിച്ചത്? വിഷയങ്ങൾ നിരന്തരമായിട്ട് വരാനിരിക്കുന്ന ഈ അപകട സാധ്യതകൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. നിങ്ങൾ മലപ്പുറം ജില്ലാ വികസന സമിതി യോഗത്തിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ വള്ളിക്കുന്ന് നിയോജക മണ്ഡലം MLA ആണ്. എന്റെ നിയോജക മണ്ഡലത്തിലൂടെയാണ് കൂടുതൽ മലപ്പുറം ജില്ലയിൽ ഈ പാത കടന്നു പോകുന്നത്. അപ്പൊ ആ പാതയിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും കൃത്യമായിട്ട് ഓരോ മാസം കൂടുന്ന വികസന സമിതി ഉന്നയിക്കാറുണ്ട്. ഇപ്പൊ ഈ സമാനമായിട്ട് ഈ നടന്ന സംഭവത്തെ പോലെ തന്നെ അതുപോലെ തന്നെ കാക്കഞ്ചേരി ഇതുപോലെ വിഷയം ഇങ്ങനെ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് അവരുടെ കൺസ്ട്രക്ഷൻ വർക്ക് പൊളിപ്പിച്ച് രണ്ടാമത് ചെയ്യിപ്പിച്ചു. ഈ വിഷയം തന്നെ ഇപ്പൊ ഈ കൂരിയാടുള്ള ഈ വിഷയം തന്നെ ഇപ്പൊ അവിടുത്തെ ഞങ്ങളെ നിയമസഭാ സാമാജികർ ഞങ്ങളുടെ പ്രിയ പാർട്ടി ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ PDന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണ് ഈ കൂരിയാട് വിഷയങ്ങളൊക്കെ. അങ്ങനെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ പ്രവൃത്തികളിലും ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരമായിട്ട് നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ബോധ്യപ്പെടുത്താറുണ്ട്. പക്ഷേ MLA, ഇപ്പൊ ആ സ്ട്രെച്ചിൽ ഏത് കമ്പനിക്കാണ് ഇതിന്റെ ഈ കോൺട്രാക്ട് നിർവഹിക്കുന്നത്? നേരത്തെ എന്തെങ്കിലും പരാതികൾ ഉണ്ടോ? വേറെ എവിടെയെങ്കിലും ഇതേപോലെ ഇടിഞ്ഞു താഴ്ന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ അങ്ങയുടെ മണ്ഡലത്തിൽ? രണ്ടാമത് കൺസ്ട്രക്ഷൻ നടത്തി എന്റെ നിയോജക മണ്ഡലത്തിലെ കാക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് മുൻകൂട്ടി അത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തി അവര് പണി പൊളിച്ച് രണ്ടാമത് പുനർനിർമ്മാണം ചെയ്തവിടെ. അതുകൊണ്ട് അവിടെ വലിയൊരു അപകടം ഒഴിവായി. അത് തന്നെയാണ് ഇപ്പൊ അപകടം നടന്ന സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായി ഉണ്ടായിരുന്നോ? നേരത്തെ അങ്ങനെ ആരെങ്കിലും നേരത്തെ അത് കണ്ടറിയാലോ. നമ്മൾ ദേശീയ പാതയിൽ ഇത് ബന്ധപ്പെട്ട കരാറുകാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിയെടുത്ത് പോവാണ്. ഇതില് ബന്ധപ്പെട്ട പരാതി പറയാൻ പോലും ഉത്തരവാദപ്പെട്ട ആൾക്കാരെ നമുക്ക് കിട്ടാറില്ല. ഈ വിഷയത്തെ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ മലപ്പുറം ജില്ലാ കളക്ടറോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. നിരന്തരമായിട്ട് ഞങ്ങള് ജില്ലാ വികസന സമിതിയുടെ മിനിറ്റ്സ് പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഓരോ ഇഷ്യൂസും യഥാസമയം. പക്ഷേ ഇത് കേൾക്കാൻ ബന്ധപ്പെട്ട അതോറിറ്റി വരെ DDC പങ്കെടുക്കാറില്ല. താഴെ തട്ടിലെ 1-2 ലൈസൺ ഓഫീസർ മാത്രമാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാറുള്ളത്. എന്നാൽ PDയുമായി ബന്ധപ്പെട്ട് PD പങ്കെടുക്കേണ്ട മീറ്റിംഗ് ഞങ്ങൾ MLAമാരുടെ സാന്നിധ്യത്തിൽ മലപ്പുറം കളക്ടറെ വിളിച്ചു കൂട്ടി ഈ വിഷയങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ട്. പക്ഷേ ഇത് കേൾക്കുക എന്നുള്ളത് അതിന് പരിഹാരമല്ല. ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ഇടിമുഴിക്കൽ നിന്ന് ആരംഭിക്കുന്ന ദേശീയപാത പൊന്നാനിയിൽ അവസാനിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ കുറ്റിപ്പുറത്തായിരുന്നാലും അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഈ മണ്ണിടിഞ്ഞു വീണ ഈ സ്ഥലത്ത് കൂരിയാട് പ്രദേശത്താണെങ്കിലും നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ പാത കടന്നു പോകുന്നത് വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിലൂടെയാണ്. അവിടെയുള്ള ഓരോ പ്രശ്നം നിങ്ങൾ മഴ വരുമ്പോൾ അവിടെ നിന്ന് വന്നുകൊടുക്കാൻ ബോധ്യപ്പെടും. കാലവർഷം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ സംഭവം. ഓരോ സ്ഥലത്തും ഈ റോഡിൽ നിന്ന് ഒന്നായിട്ട് വെള്ളം കുത്തൊഴുക്കി താഴെയാണ് ആൾക്കാർ താമസിക്കുന്നത്. ഈ വെള്ളം മുഴുവൻ ഇവരുടെ അടുക്കളയിലേക്ക് പോവുകയാണ്. വ്യക്തമായിട്ടും കൃത്യമായിട്ട് ഡ്രൈനേജ് സിസ്റ്റം പോലും ഒരു ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. എല്ലാ സമയത്തും ഓരോ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അല്ല, ഇപ്പൊ നേരത്തെ നമ്മൾ നാട്ടുകാരുടെ പ്രതികരണം കേട്ടപ്പോൾ അവർ പറഞ്ഞത് നല്ല പൊക്കത്തിലാണ് അവിടെ റോഡ് പണിയുന്നത്, ചതുപ്പ് നിറഞ്ഞ സ്ഥലമാണ്, വേണ്ടത്ര ഈ മണ്ണൊക്കെ ഒന്ന് ഉറച്ച് പാകപ്പെടുന്നതിന് മുൻപ് തന്നെ ടാറിങ്ങും മറ്റ് ജോലികളും ചെയ്തു പോകുന്നത് അതൊക്കെ ഒരു പ്രശ്നമായി മാറുന്നുണ്ടാവും അല്ലേ? ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തരവാദപ്പെട്ട ഇതൊരു ദേശീയപാത അതോറിറ്റി മോശക്കാരില്ലല്ലോ. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളില്ലേ? ജനങ്ങളുടെ ജീവൻ കൊണ്ട് ബന്ധപ്പെടാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാലവർഷം ആരംഭിക്കുമ്പോഴേക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു. അത്രമാത്രം ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലങ്ങളും ഞാൻ പറഞ്ഞ യാതൊരു മാനദണ്ഡം മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ആരും ശ്രദ്ധിക്കാനും നിരീക്ഷിക്കാനും പരിശോധിക്കാനും വേണ്ട അതോറിറ്റി വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങളെ കേൾക്കുന്നില്ല, ജനപ്രതിനിധികളെ കേൾക്കുന്നില്ല. അവർ പറയുന്നതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്. പക്ഷെ അതിന് പരിഹാരം കണ്ടത് അതോറിറ്റിയല്ലേ, കൺസ്ട്രക്ഷൻ കമ്പനി. ശരിയാണ്. എന്തായാലും വലിയ തോതിൽ പരാതികൾ ഉണ്ടായിട്ടും അതൊന്നും കേൾക്കുന്നില്ല ഇതിന്റെ നിർമ്മാണ പ്രവർത്തകർ അല്ലെങ്കിൽ അധികൃതർ എന്നാണ്. വളരെ നന്ദി MLA പ്രതികരണം അറിയിച്ചതിന്. അദ്ദേഹവും പറയുന്നു അല്ലേ, നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചിലയിടങ്ങളിൽ വീണ്ടും അത് പൊളിച്ചു നീക്കിയ ശേഷം വീണ്ടും പണിതിട്ടുണ്ടെന്നാണ്.